സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സിയുടെ സമദൂരം തുടരുന്നു. ഭാഗം 26. വേലപ്പനാണ് മീനാക്ഷിയെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലേക്ക് കൊണ്ടുപോയത്. ഒരു വനിതാ കോൺസ്റ്റബിൾ രാമനാഥൻ്റെ നിർദ്ദേശമനുസരിച്ച് വേലപ്പനോടൊപ്പം ആശുപത്രിയിൽ എത്തിയിരുന്നു. മീനാക്ഷിയെ പരിശോധിച്ച ഡോക്ടർ ഉടൻ തന്നെ അവളെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അവശനിലയിലായിരുന്ന അവൾക്ക് ഇഞ്ചക്ഷനും ഗ്ലൂക്കോസ് ട്രിപ്പും നൽകി. മീനാക്ഷിയുടെ കൂടെ നിൽക്കാൻ സ്ത്രീകളാരും ഇല്ലാത്തതിനാൽ പയ്യാവൂരിൽ ചെന്ന് മാധവിയമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ വേലപ്പൻ പങ്കജാക്ഷനെ പറഞ്ഞയച്ചു. മീനാക്ഷിക്ക് തൽക്കാലം എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ സഹായത്തിനായി വേലപ്പൻ തൻ്റെ സ്നേഹിതനായ പീതാംബരനെ ആശുപത്രിയിൽ തന്നെ നിർത്തി. വേലപ്പൻ തിരികെ കൊല്ലങ്കോട് ടൗണിലെത്തി. സഹകരണ ബാങ്കിൽ കയറി അരമണിക്കൂറോളം അവിടെ ചെലവഴിച്ചു. അതിനിടയിലാണ് ജാനകിയമ്മയുടെ കാർ ചിറയിൽ മുങ്ങിക്കിടക്കുന്നതായി ഒരു അഭ്യൂഹം കൊല്ലങ്കോട് ടൗണിൽ പ്രചരിച്ചത്. വേലപ്പൻ ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് പോയി. പയ്യാവൂരിലേക്ക് പോയ പങ്കജാക്ഷൻ മാധവിയമ്മയെ വിളിച്ചുകൊണ്ടുവന്ന ആശുപത്രിയിൽ മീനാക്ഷിക്ക് കൂട്ടുനിർത്തി. ഇഞ്ചക്ഷനും ഗ്ലൂക്കോസും ഡ്രിപ്പും കിട്ടിയതോടെ മീനാക്ഷിയുടെ നില മെച്ചപ്പെട്ടു വരികയായിരുന്നു. അതിനിടയിൽ പീതാംബരനും പങ്കജാക്ഷനും തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്നും ചില ഭാഗങ്ങൾ അവൾ കേട്ടു. കാറ് ചിറയിലുണ്ടെന്നാണ് പറയുന്നത്. ഫയർഫോഴ്സ് ഉടനെ എത്തുമെന്ന് കേട്ടു. ആള് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നറിഞ്ഞാൽ മതി. വെള്ളത്തിനടിയിൽ കാറ് മാത്രമാണോ ഉള്ളതെന്ന് ആർക്കറിയാം. അപകടമാണെന്നൊക്കെ പോലീസ് പറയുന്നത്രേ. ഡോക്ടർ വരുന്നത് കണ്ട് അവർ ആശുപത്രി വരാന്തയിലേക്ക് ഇറങ്ങിപ്പോയി. അച്ചമ്മേ, മീനാക്ഷി ദീനസ്വരത്തിൽ വിളിച്ചു. മാധവിയമ്മ കട്ടിലിനരികെ ഇരുന്ന് ഉറക്കച്ചടവും കണ്ണീരും കലർന്ന ഒരു നോട്ടം അവളുടെ നേർക്ക് നോക്കി. അവരെന്തൊക്കെയാ അച്ചമ്മേ പറയണേ? അമ്മയുടെ കാറിൻ്റെ കാര്യമല്ലേ? ചിറയിൽ താണുപോയെന്നും ഫയർഫോഴ്സുകാർ വരുന്നുണ്ടെന്നും. എനിക്കറിയില്ല എൻ്റെ മോളെ. വൃത്ത തേങ്ങി. അവരെ ഇങ്ങോട്ട് വിളിക്കുക. മാധവിയമ്മ എഴുന്നേറ്റു. അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് അവർ 5 വർഷത്തെ വാർദ്ധക്യത്തിൻ്റെ അരിഷ്ടതകൾ മുഴുവൻ ഏറ്റുവാങ്ങി. മാത്തൂരിൽ നിന്നും ഇറങ്ങിപ്പോരുമ്പോഴത്തേക്കാൾ ശോചനീയമായി ഇപ്പോഴത്തെ അവസ്ഥ. മാധവിയമ്മ ആശുപത്രി വരാന്തയിലേക്ക് ചെന്നു. പങ്കജാക്ഷനും പീതാംബരനും റോഡിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു. ആശുപത്രി പടിക്കൽ ഓട്ടോറിക്ഷ നിർത്തി വേലപ്പൻ അവരുടെ നേർക്ക് വരുന്നുണ്ടായിരുന്നു. അയാൾ പങ്കജാക്ഷൻ്റെയും പീതാംബരൻ്റെയും സമീപത്തെത്തി. എന്തായി വേലപ്പ? പങ്കജാക്ഷൻ ചോദിച്ചു. കാറ് ചിറയിൽ മുങ്ങിക്കുടിപ്പുണ്ടായിരുന്നു. ഫയർഫോഴ്സുകാർ വന്ന് കാറ് പൊക്കി. ജാനകിയമ്മ കാറിനകത്ത് മരിച്ച നിലയിൽ കിടപ്പുണ്ട്. വേലപ്പൻ ദുഃഖത്തോടെ പറഞ്ഞു. പങ്കജാക്ഷൻ ഞെട്ടിപ്പോയി. അയാൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഉച്ചയ്ക്കും അയാൾ ജാനകിയമ്മയെ കണ്ടതാണ്. വൈകുന്നേരങ്ങളിൽ ജാനകിയമ്മയും മീനാക്ഷിയും കൂടി കാച്ചാംകുറിശി ക്ഷേത്രത്തിൽ പോയി തൊഴുത് സുസ്മേരവദനരായി തോളോട് തോളുരുമി നടന്നു വരുന്ന കാഴ്ച അയാളുടെ മനക്കണ്ണിൽ തെളിഞ്ഞു നിന്നു. ആ പെങ്കൊച്ചിനോട് ആര് പറയും വേലപ്പേട്ട ജാനകിയമ്മ മരിച്ചുവെന്ന്? അതിൻ്റെ ചങ്കു പൊട്ടിപ്പോകുമല്ലോ, പങ്കജാക്ഷൻ വ്യതയോടെ പറഞ്ഞു. തൽക്കാലം ഒന്നും പറയണ്ട, അവൾക്ക് സുഖമായിക്കോട്ടെ. അവർ 3 പേരും കൂടി ആശുപത്രിയിലേക്ക് കയറി ചെന്നു. മാധവിയമ്മ വരാന്തയിൽ നിൽക്കുന്നതവർ കണ്ടു. അമ്മ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? മീനാക്ഷിയുടെ അടുത്തിരിക്കണ്ടേ? അവൾ എന്നെ അവിടെ ഇരുത്തുന്നില്ല. ജാനകിയുടെ കാര്യം നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞു. അമ്മ ധൈര്യമായിരിക്കണം. വേലപ്പൻ അവരുടെ തോളത്ത് പിടിച്ചു. അമ്മയും കൂടി തളർന്നു പോയാൽ പിന്നെ മീനാക്ഷിക്ക് ആരാ ഉള്ളത്? എനിക്ക് മതിയായി. ഒറ്റ ദിവസം കൊണ്ട് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു. വൃത്ത വിലപിച്ചു. വേലപ്പൻ അകത്തേക്ക് ചെല്ലുന്നത് കണ്ടതും മീനാക്ഷി കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. എന്തിനാ എഴുന്നേറ്റത്? കിടന്നോ? വേലപ്പൻ അവളോട് പറഞ്ഞു. അയാൾ അവളുടെ നെറ്റിയിൽ കൈപ്പത്തി പിടിച്ചു നോക്കി. പനി കുറഞ്ഞിട്ടുണ്ട്. അമ്മ എവിടെ വേലപ്പേട്ട? അമ്മയെ കണ്ടോ? അവൾ ചോദിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കള്ളം പറയാൻ വേലപ്പൻ വിഷമിച്ചു. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാണാതെ എവിടെ പോകാനാ? കാറ് ചിറയിൽ വീണ കാര്യം പറയണ കേട്ടല്ലോ. അമ്മയുടെ കാറാണോ? വേലപ്പനൊരു നടുക്കമുണ്ടായി. അയാൾ തല തിരിച്ച് പിന്നിൽ നിന്ന പീതാംബരനെയും പങ്കജാക്ഷനെയും നോക്കി. ആര് പറഞ്ഞു മോളെ? ഇവർ പറയണ കേട്ടല്ലോ, ഫയർഫോഴ്സ് വരുമെന്നൊക്കെ. പറയാനും പറയാതിരിക്കാനും വയ്യാത്ത അവസ്ഥയിലായി വേലപ്പൻ. കാറ് ചിറയിൽ വീണു എന്നുള്ളത് ശരിയാ. അമ്മ എവിടെ? എൻ്റെ അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് പറ. കൂടുതലൊന്നും എനിക്കറിയില്ല കുട്ടി, വേലപ്പൻ ദുർബലമായ സ്വരത്തിൽ പറഞ്ഞു. അയാൾ പിന്തിരിയാൻ ഭാവിച്ചതും മീനാക്ഷി ഇരുകൈകൊണ്ടും അയാളുടെ ഷർട്ടിൽ കടന്നു പിടിച്ചു. അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് പറ. പറയാതെ ഞാൻ വിടില്ല. വേലപ്പൻ വിഷമിച്ചു പോയി. ഞാൻ പോയി അന്വേഷിച്ചു വരാം. വേണ്ട, എന്നെ കൂടി കൊണ്ടുപോ. എനിക്ക് അമ്മയെ കാണണം. അവൾ കിടക്കയിൽ നിന്ന് പിടഞ്ഞെണീറ്റു. അവളുടെ കയ്യിലേക്ക് ഘടിപ്പിച്ചിരുന്ന ട്യൂബ് വലിഞ്ഞ് ഡ്രിപ്പ് സ്റ്റാൻഡ് മറിഞ്ഞു വീണു. വേലപ്പൻ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതെല്ലാം വിഫലമായി. ഞാനും വരുന്നു, എന്നെ കൂടി കൊണ്ടുപോകും. എനിക്കെൻ്റെ അമ്മയെ കാണണം. അവൾ കാറ് കരഞ്ഞുകൊണ്ടിരുന്നു. നേഴ്സും ഡോക്ടറും എത്തി. അവർ അവളെ അടക്കിക്കിടത്താൻ ശ്രമിച്ചെങ്കിലും ഫലിച്ചില്ല.
മനസ്സിൻ്റെ സമനില തെറ്റിയതുപോലെ അവൾ കുതറുകയും നിലവിളിക്കുകയും ചെയ്തു. വേലപ്പനെ മാറ്റി നിർത്തി ഡോക്ടർ സംസാരിച്ചു. മീനാക്ഷിയെ അടക്കി നിർത്തുക അസാധ്യമാണെന്ന് ഡോക്ടർമാർക്കും ബോധ്യമായി. ശരി, നിങ്ങൾ അവളെ ഓട്ടോയിലോ മറ്റോ കൊണ്ടുപോയിട്ട് ഉടൻ തിരിച്ചു കൊണ്ടുവരിക. നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ വിടുകയാണ്. അവളിങ്ങനെ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് നന്നല്ലല്ലോ. വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ ഇവിടെ ഉണ്ടാവണം, എങ്ങും പോകരുത്, ഞങ്ങളിപ്പോൾ വരും, വേലപ്പൻ മാധവിയമ്മയോട് നിർദ്ദേശിച്ചു. എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ആ സാധു വൃത്തിക്കും മനസ്സിലായില്ല. വേലപ്പനും പങ്കജാക്ഷനും പീതാംബരനും കൂടി മീനാക്ഷിയെയും കൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി. അന്തം വിട്ടു നിന്ന മാധവിയമ്മയുടെ അടുത്തേക്ക് ഒരാൾ വന്നു. മാത്തൂരെ, ജാനകിയമ്മ മരിച്ചുപോയി അല്ലേ? അയാൾ ചോദിച്ചു. വൃദ്ധ പെട്ടെന്ന് വായു പൊത്തി. ശബ്ദമില്ലാതെ കരഞ്ഞുകൊണ്ട് അവർ ആശുപത്രി കിടക്കയിലേക്കിരുന്നു. റോഡ് നീളെ വാഹനങ്ങൾ, കാറുകൾ, ജീപ്പുകൾ, ബൈക്കുകൾ. ആളുകൾ കൂട്ടമായും വരികയും പോവുകയും ചെയ്യുന്നു. ട്രാഫിക് തടസ്സം മൂലം ഓട്ടോറിക്ഷ ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങുന്നത്. കുറേ ദൂരം ചെന്നപ്പോൾ റോഡിലെ ആൾത്തിരക്ക് മൂലം ഓട്ടോറിക്ഷ മുമ്പോട്ട് പോകില്ലാതായി. വേലപ്പൻ മീനാക്ഷിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഓട്ടോയിൽ നിന്നും ഇറങ്ങി. കുട്ടിക്ക് നടക്കാൻ പറ്റുമോ? അവൾ മന്ദബുദ്ധിയെപ്പോലെ അയാളെ മിഴിച്ചു നോക്കിക്കൊണ്ട് തലയാട്ടി. ഓട്ടോ തിരിച്ചിട്ടോ, ഞങ്ങൾ ഉടൻ വരും. വേലപ്പൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. പീതാംബരനും പങ്കജാക്ഷനും ആളുകൾക്കിടയിലൂടെ തിക്കി കടന്നു പോകാൻ വഴിയുണ്ടാക്കി മുമ്പേ നടന്നു. മീനാക്ഷി ചുറ്റും പകച്ചു നോക്കിക്കൊണ്ട് നടന്നു. എന്തിനാണ് ഇത്രയും ആൾക്കൂട്ടം? ഇവരെല്ലാം എവിടെ നിന്ന് വരുന്നു? ഓരോ സംശയവും തലച്ചോറിൽ ഓരോ ഇടിമിന്നലാണ്. ഇടയ്ക്കിടെ ഇടിനാദം പോലെ ഓരോ നടുക്കം. കാലുകൾ വിറയ്ക്കുന്നു, ദേഹം കുഴയുന്നു. ദുസ്വപ്നത്തിൽ ഇങ്ങനെയാണല്ലോ എന്നവൾ ഓർത്തു. ഇത് ഒരു ദുസ്വപ്നം തന്നെയാണോ? ആളുകൾക്കിടയിലൂടെ തിങ്ങി ഞെരുങ്ങി അവൾ നീങ്ങി. മുമ്പിലൊരു മനുഷ്യഭിത്തി. കാക്കി അണിഞ്ഞ പോലീസുകാർ. റോഡിന് കുറുകെ ജീപ്പും വാനും ഇട്ട് വഴി തടഞ്ഞിരിക്കുന്നു. മനുഷ്യഭിത്തിയിൽ നിന്ന് ഒരാൾ പിന്മാറിയപ്പോൾ മുന്നോട്ട് തിരികെ കയറാൻ മീനാക്ഷിക്ക് ഒരു പഴുത് കിട്ടി. അവിടെ നിന്നുകൊണ്ട് അവൾ നോക്കി. ഏതാണ്ട് 200 വാരയോളം ദൂരത്തിൽ റോഡിൽ പോലീസ് വണ്ടികളും പോലീസുകാരും. അതിനപ്പുറത്ത് മറ്റൊരു മനുഷ്യഭിത്തി. അതിനുമപ്പുറം ജനസഞ്ചയം. ഒരു വശത്ത് ചിറ, മറുവശത്ത് വെള്ളം കെട്ടിയ പാടശേഖരം. ഫയർഫോഴ്സിന്റെ ക്രെയിനിനപ്പുറത്ത് റോഡിൽ ജാനകിയമ്മയുടെ കാർ കിടക്കുന്നത് മീനാക്ഷി കണ്ടു. അമ്മയുടെ കാറിന്റെ നിറം മങ്ങിയിരിക്കുന്നു. പോലീസുകാർ കാറിനുള്ളിൽ നിന്ന് എന്തോ പുറത്തേക്കെടുക്കാൻ ശ്രമിക്കുകയാണ്. 2 പോലീസ് ഉദ്യോഗസ്ഥർ കാറിനരികെ നിന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നു. 2 വെളുത്ത പാദങ്ങൾ ഡോറിലൂടെ കാറിന് പുറത്തേക്ക് വരുന്നത് മീനാക്ഷി കണ്ടു. അവളുടെ പാദം മുതൽ നെറുക വരെ ഒരു ശീത ചുഴലി പാഞ്ഞു. പോലീസുകാർ കാറിനുള്ളിൽ നിന്നും ഒരു മൃതദേഹം താങ്ങിപ്പിടിച്ചു കൊണ്ടുവന്ന് റോഡിൽ വിരിച്ചിട്ട പുൽപ്പായിമേൽ കിടത്തുന്നു. ആൾക്കൂട്ടം ഒരു നിമിഷം നിശബ്ദമായി. മീനാക്ഷിയുടെ ഉടൽ ഒന്ന് കുടഞ്ഞു വിറച്ചു. അമ്മേ എന്നൊരാർത്തനാദം അവളുടെ നെഞ്ചിൽ തന്നെ മുഴുങ്ങി ഒടുങ്ങി. തൻ്റെ കൈയിൽ നിന്നും അവൾ ഊർന്നു പോകുന്നത് കണ്ട് വേലപ്പൻ താങ്ങിപ്പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ വീണുപോയി. പീതാംബരനും പങ്കജാക്ഷനും ഞൊടിയിടയിൽ വേലപ്പൻ്റെ സഹായത്തിനെത്തി. ജനക്കൂട്ടം ഇരമ്പിക്കൊണ്ടിരുന്നു. പോലീസുകാരിൽ ആരോ ഒരു നീല ടാർപോളിൻ കൊണ്ട് ജാനകിയമ്മയുടെ മൃതദേഹം മൂടിയിട്ടു. മീനാക്ഷിയെ കയറ്റിയ ഓട്ടോ ആൾത്തിരക്കിലൂടെ ആശുപത്രിയെ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരുന്നു. ആലത്തൂരിൽ നിന്ന് ഡിവൈഎസ്പി രമേശ് നമ്പ്യാർ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നു. ഡെഡ് ബോഡി പരിശോധിച്ചോ? എക്സ്റ്റേണൽ ഇഞ്ചുറീസ് എന്തെങ്കിലും കാണാനുണ്ടോ? രമേശ് നമ്പ്യാർ CI ഗോപാലകൃഷ്ണ പണിക്കരോട് ചോദിച്ചു. ഒരു പോറൽ പോലും കാണാനില്ല സാർ. ഇതൊരു മർഡർ ആണോ അതോ ആക്സിഡൻ്റ് ആണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സാർ, ആക്സിഡൻ്റ് ആവാനാണ് സാധ്യത. രാത്രി നല്ല മഴയുണ്ടായിരുന്നു. ഇതൊരു തിരിവും കൂടിയാണല്ലോ. ഒന്നെങ്കിൽ ബ്രേക്ക് കിട്ടിക്കാണില്ല, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വേണ്ട സമയത്ത് തിരിച്ചിട്ടുണ്ടാവില്ല. നേരെ ചിറയിലേക്ക് ഓടിച്ചിറങ്ങിയതുപോലെയായിരുന്നു പുറമേയുള്ള ലക്ഷണങ്ങൾ. ഗോപാലകൃഷ്ണ പണിക്കർ വെളിപ്പെടുത്തി. സ്കിഡ് ചെയ്തതിൻ്റെ അടയാളമുണ്ടോ? ഇല്ല സാർ. കാറിനെന്തെങ്കിലും കേടുപാടുകൾ, അതായത് മറ്റേതെങ്കിലും വാഹനം ഇടിച്ചതിൻ്റെ ലക്ഷണമോ അല്ലെങ്കിൽ കാർ വല്ല പോസ്റ്റിലോ മറ്റോ ഇടിച്ചതിൻ്റെ ലക്ഷണമോ അങ്ങനെ എന്തെങ്കിലും? വലതുവശത്തെ ഫ്രണ്ട് ഡോറിൻ്റെ ചില്ല് പൊട്ടിച്ചാണ് ഡോർ ലോക്ക് എടുത്തത്. അതല്ലാതെ കാറിന് മറ്റു യാതൊരു കേടുപാടുമില്ല സാർ. വെള്ളത്തിനടിയിൽ കാർ എങ്ങനെയാണ് കിടന്നത്? ചെരിഞ്ഞാണോ മലർന്നാണോ? അതോ? സാർ, ശരിയായ നിലയിൽ തന്നെ ആയിരുന്നുവെന്ന് ഫയർഫോഴ്സുകാർ പറയുന്നു. അവരാണല്ലോ മുങ്ങി നോക്കിയത്. ജാനകിയമ്മയുടെ മൃതദേഹം റോഡരികിൽ ഒരു പുൽപ്പായിൽ കിടത്തി. നീല ടാർപോളിനിട്ട് മൂടിയിരിക്കുകയാണ്. ആ സ്ഥലത്തേക്കുള്ള എല്ലാ റോഡുകളും ആളുകളെ കൊണ്ടും വാഹനങ്ങളെ കൊണ്ടും നിറഞ്ഞു കവിഞ്ഞിരുന്നു.
ചെറിയുടെ സൈഡിലെ റോഡിൻ്റെ 50 അടി മുന്നിലും 50 അടി പിന്നിലുമായി പോലീസ് ജീപ്പുകൾ കുറുകെയിട്ട് ഒരു ബാരിക്കേഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. തള്ളിക്കയറുന്ന ജനക്കൂട്ടത്തെ പോലീസ് സംഘം അങ്ങോട്ട് തിരിച്ചു തള്ളിയാണ് തടഞ്ഞു നിർത്തുന്നത്. ആളുകൾ പിന്നെയും കാൽനടയായും വാഹനങ്ങളിലും എത്തിക്കൊണ്ടിരുന്നു. കൊല്ലങ്കോടും പനങ്ങാട്ടിരിയിലും എലവഞ്ചേരിയിലും കവളക്കാട്ടും പയ്യലൂരും കരിങ്കുളത്തും നെന്മേനിയിലുമെല്ലാം ഇതിനകം ജാനകിയമ്മയുടെ മരണവാർത്ത വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. പോലീസ് ബാരിക്കേഡിന് മുന്നിൽ ശ്രീനിവാസനും ചന്ദ്രബാബുവും രഘുവരനും ഗോപിനാഥനും എല്ലാം നിൽപ്പുണ്ട്. അവർക്ക് സംഭവസ്ഥലത്തേക്ക് പ്രവേശനമില്ല. സർ, ഞങ്ങളുടെ അമ്മയാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. ശ്രീനിവാസൻ രോഷത്തോടെ അഡീഷണൽ എസ്ഐയുടെ നേർക്ക് തട്ടിക്കയറി. ആരായാലും തൽക്കാലം അങ്ങോട്ട് പ്രവേശനമില്ല. അവിടെ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ അങ്ങോട്ട് ഇടിച്ചു കയറിയാൽ സൂക്ഷ്മമായ പല തെളിവുകളും നഷ്ടപ്പെട്ടെന്ന് വരും, ASI പറഞ്ഞു. DYSP രമേശ് നമ്പ്യാർ ജാനകിയമ്മയുടെ കാറിനടുത്ത് ചെന്നു. കാറിന് ചുറ്റും അയാൾ 2 വട്ടം നടന്ന സൂക്ഷ്മ നിരീക്ഷണം നടത്തി. എക്സ്റ്റേണൽ ഡാമേജ് ഒന്നും കാണാനില്ല. അയാൾ ഗോപാലകൃഷ്ണ പണിക്കരോട് പറഞ്ഞു, ഡോറൊന്ന് തുറന്നു കാണിക്കൂ. CI കർച്ചീഫ് കയ്യിൽ പൊതിഞ്ഞു പിടിച്ച് കാറിൻ്റെ ഡോർ തുറന്നു. DYSP കാറിനുള്ളിലേക്ക് നോക്കി. ജാനകിയമ്മയുടെ ചെരുപ്പുകൾ പെഡലുകൾക്കടിയിൽ കിടപ്പുണ്ട്. ഒരു തൂവാലയും പേഴ്സും തൊട്ടപ്പുറത്തെ സീറ്റിന് താഴെ നനഞ്ഞു കിടപ്പുണ്ട്. സാറും കൂടി വന്നിട്ടാകാമെന്ന് വിചാരിച്ച് അതൊന്നും എടുത്തില്ല, CI പറഞ്ഞു. സൂക്ഷിച്ചെടുക്കണം, നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒന്നും അതിൽ പതിയരുത്. ഡ്രൈവിംഗ് സീറ്റിന് തൊട്ടപ്പുറത്തെ സീറ്റ് കവറിൻ്റെ ലെതറിന്മേൽ പോറലും കീറലും കണ്ടിട്ട് രമേശ് നമ്പ്യാർ ചോദിച്ചു, അതെന്താണെന്ന് നോട്ട് ചെയ്തോ? സർ, മരണവെപ്രാളത്തിൽ മാന്തി കീറിയതായിരിക്കാനാണ് സാധ്യത. ബാക്ക് സീറ്റിൻ്റെ ഡോറും കൂടി ഒന്ന് തുറക്കൂ. CI സൂക്ഷ്മതയോടെ ബാക്ക് സീറ്റിൻ്റെ വലതുഭാഗത്തെ ഡോറും തുറന്നു. ബാക്ക് സീറ്റിന് താഴെ പ്ലാറ്റ്ഫോമിൽ ഒരു ചെറിയ പോളിത്തീൻ കവർ വീണ് കിടന്നിരുന്നു. CI അത് സൂക്ഷ്മതയോടെ എടുത്ത് SI രാമനാഥൻ്റെ കയ്യിൽ കൊടുത്തു. തുറന്നു നോക്ക്, രമേശ് നമ്പ്യാർ നിർദ്ദേശിച്ചു. പോളിത്തീൻ കവറിനുള്ളിൽ ഒരു സിറപ്പ്, 7C's ടോണിക് ആംബ്യൂളുകളുടെ ഒരു ചെറിയ ബോട്ടിൽ, പിന്നെ നനഞ്ഞു കുതിർന്ന ഒരു മെഡിക്കൽ ബില്ലും പ്രിസ്ക്രിപ്ഷനിലും മെഡിക്കൽ ബില്ലിലും മീനാക്ഷി എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരുന്നു. ഒരെണ്ണം ഡോക്ടറുടെ കുറിപ്പും മറ്റേത് മരുന്ന് വാങ്ങിച്ചതിൻ്റെ ബില്ലുമാണ് സർ, രാമനാഥൻ പറഞ്ഞു. ആരാണ് മീനാക്ഷി? താൻ കസ്റ്റഡിയിലെടുത്ത കുട്ടിയാണോ? രമേശ് നമ്പ്യാർ ചോദിച്ചു. സർ, അവൾക്ക് വേണ്ടി ജാനകിയമ്മ വാങ്ങിയ മെഡിസിൻസ് ആണല്ലോ ഇതെല്ലാം. സർ, സുഖമില്ലാത്ത കുട്ടിയാണ് ജാനകിയമ്മയുടെ കാർ ഈ ചിറക്കിലേക്ക് മറിച്ചിട്ടത് അല്ലേടാ? സർ, താൻ ഏത് കോത്താഴത്തെ പോലീസുകാരനാടോ? ആ പെൺകുട്ടിയുടെ കൂടെ വേറൊരു വൃത്ത സ്ത്രീ ഉണ്ടല്ലോ, അവരെ താൻ കസ്റ്റഡിയിലെടുത്തോ ചോദ്യം ചെയ്യാൻ? ഇല്ല സർ, അവരെപ്പറ്റി പരാതി കിട്ടിയില്ല. 90 തികഞ്ഞ കിഴവികളെ ചോദ്യം ചെയ്യുന്നതിൽ എന്ത് രസമല്ലേടോ? ചോദ്യം ചെയ്യുന്നെങ്കിൽ മധുര 17ഉം 18ഉം ഒക്കെ പ്രായമുള്ള സുന്ദരികളായ പെൺകുട്ടികളെ തന്നെ വേണം. രമേശ് നമ്പ്യാർ രാമനാഥനെ രൂക്ഷമായി ഒന്ന് നോക്കി. അപമാനം കൊണ്ട് രാമനാഥൻ്റെ മുഖം ചുവന്നു. രമേശ് നമ്പ്യാർ CI ഗോപാലകൃഷ്ണ പണിക്കരോട് പറഞ്ഞു, എനിക്ക് ഡെഡ് ബോഡി ഒന്ന് കാണണം. CI ഒരു കോൺസ്റ്റബിളിനെ വിളിച്ച് ജാനകിയമ്മയുടെ മൃതദേഹം മൂടിയിരുന്ന ടാർപോളിൻ മാറ്റാൻ ആവശ്യപ്പെട്ടു. രമേശ് നമ്പ്യാർ മൃതദേഹത്തിനരികെ ചെന്നു. 2 നിമിഷം നോക്കി നിന്നിട്ട് അയാൾ മൃതദേഹം മൂടിയേക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. കോൺസ്റ്റബിൾ ടാർപോളിൻ കൊണ്ട് ശവം മൂടി. സർ, നെന്മാറ റോഡ് വരെ ട്രാഫിക് ബ്ലോക്കാ. വഴി നീളെ കാറും ബൈക്കും ജീപ്പും ആൾക്കാരും. തൽക്കാലം ട്രാഫിക് മറ്റേതെങ്കിലും വഴിക്ക് തിരിച്ചുവിട്. എത്രയും വേഗം ഡെഡ് ബോഡി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ എത്തിക്കണം. FIRൻ്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയും കോപ്പി എനിക്ക് കിട്ടിയിരിക്കണം. ആംബുലൻസ് എപ്പോൾ വരും? DYSP ചോദിച്ചു. ഉടനെ എത്തും സർ, ഗോപാലകൃഷ്ണൻ അറിയിച്ചു. ഗോപിനാഥൻ്റെ വീടിന് മുമ്പിൽ ഓട്ടോറിക്ഷ ഇറങ്ങി. ഗോപിനാഥൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുത്ത് ഓട്ടോറിക്ഷക്കാരന് കൊടുത്തു. അയാൾ മുറ്റത്തേക്ക് കയറുമ്പോഴേക്കും കൗസല്യയും മക്കളും വരാന്തയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഗോപിനാഥൻ ആരുടെയും മുഖത്ത് നോക്കിയില്ല. വരാന്തയിലേക്കുള്ള സിമൻറ്റ് പടി കയറുമ്പോൾ അയാളുടെ കാലിടറി. വരാന്തയിലേക്ക് കയറിയിട്ട് അയാൾ തൻ്റെ കുടുംബാംഗങ്ങളെ നോക്കി. ശബ്ദമില്ലാതെ ചിരിച്ചു. എന്താ എല്ലാവരും കൂടെ ഇറങ്ങി നിൽക്കണേ? എന്താ വിശേഷം? രാഖിമോൾ അച്ഛൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി. കണ്ണ് കലങ്ങിക്കിടക്കുന്നു. ഗോപിയേട്ടാ, കൗസല്യ വിളിച്ചു. എന്താടി? ഇവിടൊക്കെ ആൾക്കാർ പറയണ കേട്ടു. എന്ത് കേട്ടു? മാത്തൂരെ ജാനകി ചേച്ചി മരിച്ചുപോയിന്നല്ലേ? അത് ശരിയാ. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ചേച്ചി പോയി. പോട്ടെ, എന്തിനാ ഒരുപാട് കാലം ജീവിച്ചിരിക്കണേ? കൗസല്യ നടുക്കത്തോടെ ഭർത്താവിനെ നോക്കി. രാഹിമോൾക്ക് കരച്ചിൽ വന്നു. ശ്രീജിയും ഗൗരിയും അച്ഛനെ തുറിച്ചു നോക്കി നിന്നു. എന്താ എല്ലാവരും മിഴിച്ചു നിൽക്കുന്നേ? മരണം എല്ലാവർക്കും ഉള്ളതാ, ഇന്നല്ലെങ്കിൽ നാളെ. അയാൾ ഓരോ ചൂടുകൾ പെറുക്കി വെച്ച് വാതിൽ കടന്നു.
രാഖി ചെന്ന് നോക്കുമ്പോൾ അയാൾ മേശമേൽ തലവെച്ച് കട്ടിലിലിരിക്കുകയാണ്. രാഖി അരികെ ചെന്നു. അച്ഛാ, അവൾ ഗോപിനാഥൻ്റെ ചുമലിൽ തൊട്ടു. ഗോപിനാഥൻ പതുക്കെ മുഖമുയർത്തി. അയാളുടെ കവിൾത്തടങ്ങൾ നനഞ്ഞിരുന്നു. അയാൾ ദയനീയമായി മകളെ നോക്കി. എല്ലാം പോയില്ലേ മോളെ, അച്ഛനിനി ആരാ ഉള്ളത്? വീണ്ടും അയാൾ മേശപ്പുറത്തേക്ക് തലവെച്ച് വിങ്ങിക്കരഞ്ഞു. പിറ്റേന്ന് പത്രങ്ങളിലെല്ലാം മാത്തൂർ ജാനകിയമ്മയുടെ മരണവാർത്ത അവരുടെ ഫോട്ടോ സഹിതം അച്ചടിച്ചു വന്നിരുന്നു. അപകടമരണമാണെന്ന് കരുതുന്നതായി എല്ലാ പത്രങ്ങളും എഴുതി. ചെറിയിലേക്ക് കാർ മറിഞ്ഞ് സ്ത്രീ മുങ്ങി മരിച്ചു എന്നായിരുന്നു മിക്കവാറും എല്ലാ വാർത്തകളുടെയും രത്നച്ചുരുക്കം. ഒരു കേസിൻ്റെ കാര്യത്തിന് വക്കീലിനെ കാണാൻ പാലക്കാട്ട് പോയി. രാത്രി മടങ്ങി വരുമ്പോഴാണ് അപകടം സംഭവിച്ചതെന്ന് ഏതാണ്ട് എല്ലാ പത്രങ്ങളും ഒരേ മട്ടിൽ തന്നെ എഴുതി. പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഇതുവരെ കൊലപാതകമെന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി കിട്ടിയെങ്കിൽ മാത്രമേ ശരിയായ നിഗമനത്തിലെത്താൻ പറ്റൂ എന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി പത്രങ്ങൾ എഴുതിയിരുന്നു. പത്രങ്ങളിലെ ചരമ പേജുകളിലും ഉണ്ടായിരുന്നു ജാനകിയമ്മയുടെ മരണവാർത്ത. മക്കളുടെയും മരുമക്കളുടെയും പേരുകൾ സഹിതം. മീനാക്ഷിയുടെയും മാധവിയമ്മയുടെയും പേരുകൾ ഒരിടത്തും അച്ചടിക്കപ്പെട്ടില്ല. കൊലപാതകമെന്ന് സംശയിക്കാൻ തക്ക വിധം ജാനകിയമ്മയ്ക്ക് ശത്രുക്കൾ അന്നും ഉള്ളതായി അറിവില്ലെന്ന് ജാനകിയമ്മയുടെ മക്കളും ബന്ധുക്കളും പറഞ്ഞതായി ഒരു പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. ശ്രീനിവാസനും ചന്ദ്രബാബുവും രഘുവരനും കൂടി പാലക്കാട് ജില്ലാശുപത്രിയിൽ ചെന്ന് ജാനകിയമ്മയുടെ മൃതദേഹം ഏറ്റുവാങ്ങി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. മൊബൈൽ മോർച്ചറിയിൽ കിടത്തി അവർ അമ്മയുടെ ശവശരീരം മാത്തൂർ വീട്ടിലെത്തിച്ചു. അവിടെ ശവദാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ബന്ധുജനങ്ങളും നാട്ടുകാരുമടക്കം വലിയൊരു ജനക്കൂട്ടം മാത്തൂർ വീട്ടുവളപ്പിലെത്തിയിരുന്നു. ആളുകൾക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി മൃതദേഹം തറവാട്ടുകെട്ടിൻ്റെ വരാന്തയിൽ കിടത്തി. മാത്തൂരെ കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ, മരണവീടിന് യോജിച്ച വിധത്തിലുള്ള ദുഃഖവിലാപ പ്രകടനങ്ങളുമായി ജാനകിയമ്മയുടെ മൃതദേഹത്തിന് ചുറ്റുമിരുന്നു. 3 മണിക്കാണ് ശവദാഹം നിശ്ചയിച്ചിരുന്നത്. 2 മണിക്ക് മാത്തൂർ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. മാധവിയമ്മ ആദ്യ ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി. മീനാക്ഷി അവർ കൈ പിടിച്ച് ഇറക്കി. മീനാക്ഷിയുടെ കൈ പിടിച്ചുകൊണ്ട് മാധവിയമ്മ ഗേറ്റ് കടന്നു വരുന്നത് മുറ്റത്തു നിന്ന ആളുകൾ വഴിമാറിക്കൊടുത്തു. മീനാക്ഷിയെ കണ്ടു പരിചയമുള്ളവർ പോലും അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സുപ്രിയ റൈസ് മില്ലിൽ നിന്ന് വന്ന ജോലിക്കാർക്കെല്ലാം അവളെ നല്ലവണ്ണം അറിയാം. ജാനകിയമ്മയുടെ കൂടെ അവൾ എത്രയോ ദിവസം സുപ്രിയ റൈസ് മില്ലിൽ പോയിട്ടുണ്ട്. മാധവിയമ്മ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടാൽ അവൾ വീണു പോകുമെന്ന് തോന്നുമായിരുന്നു. സ്ഥലകാല ബോധമില്ലാത്തവളെപ്പോലെ ആളുകൾക്കിടയിലൂടെ ഇടറുന്ന പാദങ്ങളോടെ അവൾ മാധവിയമ്മയെ പിന്തുടർന്നു. മുറ്റത്ത് നിന്നവർക്കിടയിലൂടെ ഒരു കുശുകുശുപ്പ് വ്യാപിച്ച് മാത്തൂരെ തറവാട്ടുകെട്ടിൻ്റെ വരാന്ത വരെ ചെന്നു. ശ്രീനിവാസനും ചന്ദ്രബാബുവും രഘുവരനുമെല്ലാം ഗേറ്റ് വരെ നീളുന്ന വിശാലമായ മുറ്റത്തേക്ക് നോക്കി. വിലപിച്ചുകൊണ്ടിരുന്ന ജയശ്രീയും സുപ്രിയയും കൃഷ്ണകുമാരിയും ഗീതാമണിയും അത് നിർത്തി വീട്ടുമുറ്റത്തേക്ക് ശ്രദ്ധ തിരിച്ചു. അവരെല്ലാം നോക്കുന്നത് കണ്ട് ജാനകിയമ്മയുടെ മൃതദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന മറ്റ് സ്ത്രീജനങ്ങളും മുറ്റത്തേക്ക് ദൃഷ്ടി പായിച്ചു. കൃഷ്ണകുമാരിയും ഗീതാമണിയും അവരുടെ ഭർത്താക്കന്മാരെ നോക്കി. ഏതാനും നിമിഷത്തേക്ക് വരാന്തയിൽ കിടന്ന ജാനകിയമ്മയുടെ ജഡം പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. ശ്രീനിവാസനും ചന്ദ്രബാബുവും രഘുവരനും കണ്ണുകൾ കൊണ്ട് സംജ്ഞകൾ കൈമാറി. രഘുവരനും ഗൗരീദാസനും കൂടി ഉടൻ മുറ്റത്തേക്കിറങ്ങി. മാധവിയമ്മയും മീനാക്ഷിയും മുറ്റത്തിൻ്റെ പാതിയോളം എത്തിയിരുന്നു. രഘുവരൻ മാധവിയമ്മയുടെ മുമ്പിൽ വഴി വിലങ്ങും മട്ടിൽ നിന്നു. നീ തടയാൻ നിൽക്കുവാണോടാ? മാധവിയമ്മ അവനെ അടിമുടി നോക്കി. അച്ചമ്മയെ തടയുന്നില്ല, വേണമെങ്കിൽ അമ്മയെ ചെന്ന് കാണാം. മാറി നില്ലടാ, ഇവള് ഇനി 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പാടില്ല. രഘുവരൻ മീനാക്ഷിയെ നോക്കി കടപ്പല്ല് ഞെരിച്ചു. ഇവളല്ലാതെ പിന്നെ ആരാടാ ജാനകിയെ കാണണ്ടേ? ഇവളെപ്പോലെ വേടറെ ആർക്കാടാ യോഗ്യത? മാധവിയമ്മയുടെ ശബ്ദം വിറച്ചു. ഒച്ചയെടുക്കരുത്, ഇതൊരു മരണവീടാണ്. ഞങ്ങളുടെ അമ്മയാണ് ഇവിടെ ജീവനില്ലാതെ കിടക്കുന്നത്, രഘുവരൻ പറഞ്ഞു. നീ വാ മോളെ. മാധവിയമ്മ മീനാക്ഷിയുടെ കൈക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് ഒരു ചുവട് മുന്നോട്ട് നീങ്ങി. രഘുവരൻ കലി പൂണ്ട മാധവിയമ്മയുടെ കയ്യിൽ നിന്നും മീനാക്ഷിയുടെ കൈ തട്ടിത്തെറിപ്പിച്ചു. ഈ മുറ്റത്ത് കാണരുത്. അവൻ അവളുടെ തോളത്ത് പിടിച്ച് ശക്തിയായി തള്ളി. മീനാക്ഷി വേച്ച് വീണുപോയി. മാധവിയമ്മ തലയിൽ കൈവച്ച് നിലവിളിച്ചു. കൊല്ലടാ, ഈ മുറ്റത്തിട്ട് തന്നെ അവളെയും കൂടി കൊല്ല്. മീനാക്ഷിയുടെ വീഴ്ചയും മാധവിയമ്മയുടെ നിലവിളിയും കൂടി ആയപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു. എന്താ പ്രശ്നം? ആരാ വീണത്? ആ തള്ള എന്തിനാ നിലവിളിക്കുന്നേ? ആൾക്കൂട്ടം അങ്ങോട്ട് തിക്കി വന്നു. മാധവിയമ്മ ഇതിനകം മീനാക്ഷിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവളുടെ ദേഹത്തും മുടിയിലും വസ്ത്രങ്ങളിലും മണ്ണും ചെളിയും പുരണ്ടു. സ്വന്തം അമ്മയെ കൊല്ലിച്ചില്ലേടാ മക്കളെല്ലാം കൂടി ചേർന്ന്.
ഇതിനെ മാത്രമായിട്ട് ബാക്കി വെക്കണ്ട, വൃത്ത ആരോടുമില്ലാതെ വിളിച്ചു പറഞ്ഞ് കരഞ്ഞു. ചന്ദ്രബാബുവും ശ്രീനിവാസനും കൂടി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. പ്രായമായ ചിലർ മാധവി അമ്മയോട് കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് മുമ്പേ തിരിച്ചു വരാമെന്ന് ഇവളോട് പറഞ്ഞിട്ട് പോയതാ ജാനകി. പിന്നെ അറിഞ്ഞത് മരിച്ചുപോയെന്ന. ഇവളുടെ അമ്മയുടെ ശവമെങ്കിലും ഒന്ന് കാണണ്ടേ, അവസാനത്തെ കാഴ്ചയല്ലേ. വൃദ്ധ കണ്ണീരോടെ ആൾക്കൂട്ടത്തെ നോക്കി. ശ്രീനി, എന്താ പ്രശ്നം? ഇവര് ജാനകി അമ്മയുടെ ശവം കാണുന്നതിൽ ആർക്കാ എതിർപ്പ്? കാണാൻ പറ്റില്ല, ചന്ദ്രബാബു ആക്രോശിച്ചു. അവൾ ഈ ഗേറ്റിന് ഇപ്പുറത്ത് കടക്കാൻ പാടില്ല. അവൾ ഒറ്റയൊരുത്തി കാരണമാണ് ഞങ്ങളുടെ അമ്മയ്ക്ക് ഈ ഗതി വന്നത്. അവൾ കൊല്ലിച്ചതാ. ആൾക്കൂട്ടത്തിനിടയിൽ അനുകൂലമായും പ്രതികൂലമായും അടക്കിപ്പിടിച്ച സംഭാഷണങ്ങളുണ്ടായി. ആര് കൊല്ലിച്ചടാ? മാധവിയമ്മ ചന്ദ്രബാബുവിന്റെ നേർക്ക് ചീറി. ഈശ്വരനെ നിരക്കാത്തത് പറഞ്ഞാൽ നീ ഒരു കാലത്തും ഗതി പിടിക്കില്ലടാ. ഈ പെണ്ണിന് വേണ്ടിയാ ജാനകി തറവാട് ഉപേക്ഷിച്ചു പോയത്. ജാനകി ഇവളും അവിടെ എങ്ങനെയാ കഴിഞ്ഞതെന്ന് ഞാൻ നാട്ടുകാർക്കെല്ലാം സ്വന്തം മക്കളെക്കാൾ സ്നേഹമായിരുന്നു ജാനകിക്ക് അവളെ. എന്നിട്ട് ഇവള് കൊല്ലിച്ചെന്നോ? ശ്രീനി, അവര് കണ്ടിട്ട് പോട്ടെ, മരണവീടിന് ചേർന്നതല്ല വഴക്കും മക്കാണോ, ഒരു വൃദ്ധൻ പറഞ്ഞു. ഈ മുറ്റത്ത് കാല് കുത്തരുതെന്ന് പറഞ്ഞ് ആട്ടി ഇറക്കി വിട്ടത് അവളെ ഞങ്ങള്. ഇനി ആ ഗേറ്റിന് ഇപ്പുറത്ത് കടത്തില്ലെന്ന് ശപഥം ചെയ്തതാ. ആരും ന്യായമൊന്നും പറയണ്ട. ഇറങ്ങിപ്പോയില്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് തള്ളി പുറത്താക്കും, ശ്രീനിവാസൻ പതിയോടെ പറഞ്ഞു. ആളുകൾ സഹതാപത്തോടെ മീനാക്ഷിയെ നോക്കി. ചുറ്റും നടക്കുന്നതൊന്നും അവൾ അറിയുന്നില്ലെന്ന് തോന്നി. അവളുടെ മുഖം ഹിമപാളി പോലെ തണുത്തും കല്ലിച്ചും കാണപ്പെട്ടു. അവളുടെ കലങ്ങിയ കണ്ണുകൾക്ക് കാഴ്ചശക്തി ഉണ്ടെന്ന് പോലും തോന്നുമായിരുന്നില്ല. മാധവിയമ്മ മീനാക്ഷിയുടെ കൈക്ക് പിടിച്ച് ഗേറ്റിന് നേർക്ക് നീങ്ങിയപ്പോൾ ചുറ്റും തിങ്ങിക്കൂടിയവർ വഴിയൊഴിഞ്ഞു കൊടുത്തു. അച്ചമ്മ ഈ വീട്ടിൽ കയറരുതെന്ന് ആരും പറഞ്ഞില്ല. അച്ചമ്മയ്ക്ക് അമ്മയെ കാണണമെങ്കിൽ കാണാം, ശ്രീനിവാസൻ പറഞ്ഞു. എനിക്ക് കാണണ്ട. ജാനകി മരിച്ചു കിടക്കണത് എനിക്ക് കാണണ്ടായേ. വൃദ്ധ കരഞ്ഞുകൊണ്ട് മീനാക്ഷിയും കൂട്ടി പ്രാഞ്ചി ഗേറ്റിനടുത്തെത്തി. അവർ ഗേറ്റിന് പുറത്തു കടന്നു. 3 മണിക്ക് തന്നെ ശവസംസ്കാര ചടങ്ങ് ആരംഭിച്ചു. എത്താനുള്ളവരെല്ലാം എത്തിച്ചേർന്ന് കഴിഞ്ഞിരുന്നു. മാത്തൂർ വീടിന്റെ പിൻഭാഗത്തെ മതിലിന് വെളിയിലും തുരുമ്പിച്ച തകര ഗേറ്റിനപ്പുറത്തും കുറേ പേർ കാഴ്ചക്കാരായി നിൽപ്പുണ്ടായിരുന്നു. മതിലിന് വെളിയിൽ തെക്കു പടിഞ്ഞാറായി നീളുന്ന ഒരു റോഡുണ്ട്. ചിത കത്തുന്നത് കാണാനാണ് അവിടെ ആളുകൾ കാത്തു നിൽക്കുന്നത്. മാധവിയമ്മയും മീനാക്ഷിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. വാസുദേവനെ ദഹിപ്പിച്ചെടുത്തു നിന്ന് കുറച്ചു മാറിയാണ് മാധവിയമ്മയ്ക്ക് ജാനകിയമ്മയ്ക്ക് ചീത ഒരുക്കിയിരുന്നത്. ശവം ചിതിയിലേക്ക് എടുത്തുവെന്ന് ആരോ പറയുന്നത് മാധവിയമ്മ കേട്ടു. അത് മീനാക്ഷിയെ നോക്കി. ഇല്ല, ഒന്നും അറിയുന്നില്ല. ഇന്നലെ വേലപ്പനോടൊപ്പം ചെറിയിൽ പോയി ജാനകിയമ്മയുടെ ജഡം കണ്ടിട്ട് വന്ന ശേഷം അവൾ കരഞ്ഞിട്ടില്ല. ഒരിറ്റ കണ്ണീരിൻ്റെ അംശം പോലും അവളുടെ കൺകോളിൽ കാണപ്പെട്ടുമില്ല. ഓർമ്മയും ബുദ്ധിയും വിചാരങ്ങളുമെല്ലാം മരവിച്ചതുപോലെ ഒരേ ഭാവം, ഒരേ ചലനം. ചിത കൊളുത്തി ആരോ പറയുന്നു. മതിലിനിപ്പുറത്ത് നിന്നാൽ അതൊന്നും കാണാൻ വയ്യ. കുറേശ്ശെ പുക ഉയർന്നു തുടങ്ങിയത് മാധവിയമ്മ കണ്ടു. പുകപടലങ്ങളുടെ കട്ടി കൂടിക്കൂടി വന്നു. കാറ്റടിച്ചപ്പോൾ പുക അവർ നിന്ന സ്ഥലത്തേക്ക് കൂടി പടർന്നു. കഴിഞ്ഞ 40ഓളം സംവത്സരങ്ങളായി തൻ്റെ കൺമുമ്പിലുണ്ടായിരുന്ന ജീവിതമാണ് പുകഞ്ഞു തീരുന്നതെന്ന് ഓർത്തപ്പോൾ മാധവിയമ്മയുടെ ഹൃദയം വിറകൊണ്ടു. ജാനകിയില്ലാത്ത ഒരു കാലം സങ്കല്പിച്ചിട്ടില്ല അവർ. അതിനൊക്കെ വളരെ മുമ്പേ താൻ പോകുമെന്ന് അവർ കണക്ക് കൂട്ടിയിരുന്നു. മൂടൽമഞ്ഞിൽ എന്ന പോലെ അവ്യക്തമായ ചില ചിത്രങ്ങൾ അവരുടെ മനസ്സിൽ തെളിയുകയും മായുകയും ചെയ്തു. വാസുദേവൻ കല്യാണം കഴിച്ച പെൺകുട്ടി മാത്തൂർ വീട്ടിലേക്ക് ആദ്യമായി വലതുകാല് വെച്ച് കയറി വന്നത് അവളുടെ ആദ്യ പ്രസവം. വാസുദേവൻ വീട് വിട്ട് പോയി എന്നറിഞ്ഞപ്പോഴത്തെ അവളുടെ സങ്കടവും കരച്ചിലും, പിന്നെ ഓരോരോ ഘട്ടങ്ങളിലെ അനുഭവ പാഠങ്ങൾ അവളെ താൻ പോരുമക്കാരിയും ദൃഢമനസ്കയും വിട്ടുവീഴ്ചയില്ലാത്തവളുമാക്കി മാറ്റിയത്. ജാനകി അമ്മയുടെ അതുവരെയുള്ള എല്ലാ മുഖങ്ങളെയും എല്ലാ ഭാവങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന തേജസ്സാർന്ന മറ്റൊരു മുഖം. അത് കരച്ചിലും ചിരിയും കൊഞ്ചിലും കുസൃതിയുമുള്ള ഒരമ്മയുടേതാണ്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ സ്നേഹത്തിലും കണ്ണീരിലും വിവശയായി പോകുന്ന പ്രായപൂർത്തിയാകാത്ത ഒരമ്മയുടെ, അവളെ കൈക്കുഞ്ഞായി കരുതി ലാളിച്ചുകൊണ്ടിരുന്ന ഒരമ്മയുടെ. മാധവിയമ്മയുടെ കണ്ണിൽ വേദന നീറി. ഇപ്പോൾ കനത്ത പുകപടലങ്ങളാണ് ആകാശത്തേക്ക് ഉയരുന്നത്. അഗ്നി ഇരുമ്പുന്ന ശബ്ദം കേൾക്കാം. മാധവിയമ്മ വീണ്ടും മീനാക്ഷിയെ നോക്കി. വെറുതെ നോക്കി നിൽക്കുകയാണ്. വാ പോകാം. മാധവിയമ്മ ഒരന്തയെ സമീപിക്കുന്നത് പോലെ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് നീങ്ങി. ജാനകിയമ്മയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ റിപ്പോർട്ട് 2 ദിവസത്തിനകം ആലത്തൂർ ഡിവൈഎസ്പി രമേശ് നമ്പ്യാർക്ക് കിട്ടി. വെള്ളത്തിൽ മുങ്ങിപ്പോയതിൻ്റെ ഫലമായി ശ്വാസം മുട്ടിയാണ് മരണം നടന്നിരിക്കുന്നതെന്നും
ഡെഡ് ബോഡിയിൽ മറ്റ് മാരകമായ ക്ഷതങ്ങളോ മുറിവുകളോ ഇല്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. ആന്തരാവയവങ്ങൾക്കൊന്നും സംശയിക്കത്തക്ക വിധം കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. ജാനകിയമ്മയുടെ മരണം ഒരു കൊലപാതകമാണെന്നുള്ളതിന് യാതൊരു തെളിവുകളും കണ്ടെത്താൻ കേസന്വേഷിച്ച ലോക്കൽ പോലീസിനും ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി കിട്ടിയതോടെ ജാനകിയമ്മയുടേത് അപകടമരണമായി സ്ഥിരീകരിക്കപ്പെട്ടു. സിറ്റൗട്ടിലേക്ക് കയറി വരാൻ ശ്രീനിവാസൻ നിർബന്ധിച്ചിട്ടും ഗോപിനാഥൻ നിന്നിടത്തു നിന്ന് അനങ്ങിയില്ല. ശ്രീനിവാസന്റെയും ചന്ദ്രബാബുവിൻ്റെയും കെട്ടിടങ്ങളുടെ ഇടമുറ്റത്ത് തറവാട് കെട്ടിന് മുന്നിൽ നിൽക്കുകയാണ് അയാൾ. ജാനകി ചേച്ചിയുടെ മരണത്തിൽ എനിക്ക് സംശയമുണ്ട്. സംശയമല്ല, അതൊരു കൊലപാതകം തന്നെയാണെന്ന് തീർച്ചയാണ്. അയാൾ ശ്രീനിവാസനെയും ചന്ദ്രബാബുവിനെയും രഘുവരനെയും മാറി മാറി നോക്കി. എല്ലാ മുഖങ്ങളിലും ഒരേ തരം നിസ്സംഗത. ഗോപിനാഥൻ തുടർന്ന് പറഞ്ഞു, അപകടം സംഭവിക്കാൻ ചേച്ചിക്ക് പരിചയമില്ലാത്ത റോഡല്ല അത്. കണ്ണ് കെട്ടിവിട്ടാൽ ചേച്ചി വണ്ടി ഓടിച്ചു പോകും. ഓരോ വളവും തിരിവും അത്ര മനപ്പാടമാണ്. മാത്രമല്ല, വണ്ടിയുടെ ബ്രേക്കിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. ഒന്ന് കണ്ണ് തെറ്റിപ്പോയാൽ പോരെ ഗോപിമാമ? ഒരു നിമിഷം ശ്രദ്ധ പതറിയാൽ പോരെ? അല്ലെങ്കിൽ ക്ഷീണം കൊണ്ട് ഒരു മാത്രം കണ്ണടഞ്ഞാൽ തീർന്നില്ലേ? ശ്രീനിവാസൻ ശാന്തനായി പ്രതിവചിച്ചു. പോലീസിന് കേസ് ചുരുട്ടിക്കെട്ടണമെന്നേ ഉള്ളൂ. അവർക്ക് അത്രയും എളുപ്പമായി പോയല്ലോ. പക്ഷേ നിങ്ങളുടെ അമ്മയാണ് മരിച്ചത്, അത് ഓർമ്മ വേണം. മരണം കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ടിറങ്ങിയാൽ പോലീസിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപകടമാണെന്ന മുൻവിധിയോടെ അന്വേഷിച്ചാൽ അപകടത്തിനുള്ള സാധ്യതകളെ പോലീസിന് കാണാൻ പറ്റൂ. കൊലപാതകമാണെന്ന് കരുതി അന്വേഷിച്ചാലേ അതിനുള്ള തെളിവുകൾ കിട്ടൂ. SP-ക്ക് പരാതി കൊടുക്കാം, DGP-ക്ക് കൊടുക്കാം, ഹോം മിനിസ്റ്റർക്ക് കൊടുക്കാം. കേസന്വേഷണത്തിൽ പോലീസ് അനാസ്ഥ കാണിച്ചു എന്ന് പറഞ്ഞ് കോടതിയിലൊരു ആർക്കാ ഗോപിമാമ ഇതിനൊക്കെ പുറകെ നടക്കാൻ നേരം? കുറെ പണം ചെലവാക്കാമെന്നല്ലാതെ വല്ല ഗുണവുമുണ്ടോ? ഞങ്ങളുടെ അമ്മ എന്തായാലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അത് അപകടമല്ല കൊലപാതകമാണെന്ന് പറഞ്ഞ അമ്മയെ തിരിച്ചു കിട്ടുമോ? ചന്ദ്രബാബു ചോദിച്ചു. കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടണ്ടേ ചന്ദ്രബാബു? മരിച്ചു പോയവരെ തിരിച്ചു കിട്ടാൻ വേണ്ടിയാണോ ഈ ലോകത്തെ പോലീസുകാരെല്ലാം കൊലപാതക കേസ് അന്വേഷിക്കുന്നത്? അതിനു വേണ്ടിയാണോ ലോകത്തെ നീതിന്യായ കോടതികളെല്ലാം നടത്തുന്നത്? ഗോപിമാമന് പരാതി ഉണ്ടെങ്കിൽ പോയി അന്വേഷിച്ചു. സ്വന്തം കൂടപ്പുറപ്പല്ലായിരുന്നോ? എന്ന് മാത്രമല്ല, കുറച്ചൊന്നും അല്ലല്ലോ അമ്മ വാരിക്കോരി തന്നിട്ടുള്ളത് പണമായിട്ടും. നന്ദി കെട്ട പട്ടി! ഗോപിനാഥൻ ചന്ദ്രബാബു പറഞ്ഞു തീരും മുമ്പേ ഗർജിച്ചു. എൻ്റെ ചേച്ചിയുടെ മക്കൾ തന്നെയാണോടാ നിങ്ങൾ? എനിക്ക് സംശയമുണ്ടടാ, നീയൊക്കെ കൂടിയാണോ എൻ്റെ ചേച്ചിയെ കൊല്ലിച്ചതെന്ന്. എൻ്റെ മോൻ ചെയ്യാത്തത് ചെയ്തു എന്ന് പോലീസിലും കോടതിയിലും കള്ളസാക്ഷി പറഞ്ഞ നീയെന്നും പെറ്റതള്ളയെ കൊല്ലാനും മടിക്കില്ലടാ. ചന്ദ്രബാബു മുറ്റത്തേക്ക് ചാടി ഇറങ്ങി. ഈ മുറ്റത്തു നിന്ന് ഇനി ഒരക്ഷരം സംസാരിക്കരുത്. മാമനാണെന്നൊന്ന് നോക്കില്ല ഞാൻ. അയാൾ ഒച്ചയെടുത്ത് കയർത്തു. ഗോപിനാഥൻ അയാളെ നോക്കി. ശ്രീനിവാസനെയും രഘുവരനെയും നോക്കി. സുപ്രിയയെയും ജയശ്രീയെയും അവരുടെ ഭർത്താക്കന്മാരെയും നോക്കി. കൃഷ്ണകുമാരിയും ഗീതാമണിയും അവരുടെ മക്കളും അടക്കം സകലരും ഉണ്ടായിരുന്നു പുറംവരാന്തയിലും സിറ്റൗട്ടിലും. അവജ്ഞയും നിന്ദയും കൊണ്ട് ഗോപിനാഥന്റെ ചുണ്ടുകൾ ഒരു വശത്തേക്ക് കോറി. നിന്നെപ്പോലത്തെ മക്കളുടെ ഇടയിൽ നിന്ന് മുക്കിക്കൊന്നിട്ടാണെങ്കിലും അതിനെ പറഞ്ഞു വിട്ടത് നന്നായിടാ. ഗോപിനാഥൻ തിരിഞ്ഞ പാതി തുറന്നു കിടന്ന ഗേറ്റിലേക്ക് നടന്നു. പങ്കജാക്ഷനും ജംഗ്ഷനിലെ സാധാരണക്കാരായ ആളുകളും ദിവസം 2 നേരമെങ്കിലും മാധവിയമ്മയെയും മീനാക്ഷിയെയും വന്നു കണ്ട് ആശ്വസിപ്പിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു. ജാനകിയമ്മയുടെ ദുരന്തം അന്നാട്ടുകാർക്ക് മറക്കാനാവാത്ത ഒരു നൊമ്പരമായിരുന്നു. അമ്മയെയും മകളെയും ഒന്നിച്ച് കാണാത്ത ദിവസങ്ങൾ അവരുടെ ഓർമ്മയിലില്ല. ഇപ്പോൾ അവരിൽ ഒരാൾ മരിച്ചുപോയി എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മീനാക്ഷിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യിച്ച് വീട്ടിലെത്തിച്ച ശേഷം വേലപ്പനും കഴിഞ്ഞ ദിവസവും വരികയും ആശ്വസിപ്പിക്കുകയും ഉണ്ടായി. ഇന്നലെ ഇലവഞ്ചേരിയിൽ നിന്ന് ചന്ദ്രികയും പ്രമോദും വന്ന് അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചിട്ട് മടങ്ങിപ്പോയി. വൈകുന്നേരം വേലപ്പൻ കാണാൻ വന്നപ്പോൾ കടയിലിരുന്ന പങ്കജാക്ഷനും കൂടെ പോന്നു. അതുപോലെ വേലപ്പൻ കുറേ സാന്ത്വന വചനങ്ങൾ പറഞ്ഞു. മാധവിയമ്മ തലയാട്ടുകയും ഇടയ്ക്കിടെ കണ്ണീർ തുടയ്ക്കുകയും ചെയ്തു. എന്നോട് പറയണ്ട, അതിനോട് പറ. മാധവിയമ്മ അകത്തെ മുറിയിലേക്ക് കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും കഴിക്കണമില്ല, ആരോടും മിണ്ടണമില്ല, ജീവച്ചവം പോലെ അങ്ങനെ നടക്കുക. വേലപ്പനും പങ്കജാക്ഷനും മുറിയിലേക്ക് ചെന്നു. കട്ടിലയിൽ ചാരി വാതിൽപ്പടിയിലിരുന്ന മീനാക്ഷി മെല്ലെ എഴുന്നേറ്റു. ഇങ്ങനെ ഇരുന്നാൽ മതിയോ കുട്ടി? പോകാനുള്ളത് പോയി. ഇനി അതോർത്തിരുന്നിട്ട് കാര്യമുണ്ടോ? ബാക്കിയുള്ളവർക്ക് ജീവിക്കണ്ടേ? ആ പ്രായമായ തള്ളയ്ക്കിനി നീ മാത്രമല്ലേ ഉള്ളൂ. വല്ലതും കഴിക്കുക, ആളുകളോട് മിണ്ടുകയും പറയുകയും ചെയ്യുക. എന്നാലേ മനസ്സിനൊരു സമാധാനം കിട്ടൂ. ആരോടാണ് പറയുന്നത്? ആരാണ് കേൾക്കുന്നത്? മീനാക്ഷി മറ്റെവിടെയോ ആണ്.
താൻ പറഞ്ഞ വാക്കുകൾക്കൊന്നും വിലയില്ലെന്ന് മേലപ്പന് മനസ്സിലായി. പങ്കജാക്ഷൻ സങ്കടത്തോടെ മീനാക്ഷിയെ നോക്കി നിന്നു. തൻ്റെ കടയിൽ നിത്യേന വരികയും ചിലപ്പോൾ തന്നോട് ചുണ്ടിയെടുക്കുകയും ഒടുവിൽ പോകാൻ നേരം പോട്ടെ പങ്കേട്ട എന്ന് പുഞ്ചിരിയോടെ പറഞ്ഞ് നടന്നു നീങ്ങുകയും ചെയ്തിരുന്ന പെൺകുട്ടിയാണിത്. വേലപ്പനും പങ്കജാക്ഷനും തിരിച്ചുപോയി. 6 മണി കഴിഞ്ഞ നേരത്ത് ഒരു ജീപ്പ് വന്ന് ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് പഴയ റൈസ് മില്ലിൻ്റെ നേർക്ക് പോകുന്നത് കടയിലിരുന്ന പങ്കജാക്ഷൻ കണ്ടു. പോലീസ് ജീപ്പാണെന്ന് പങ്കജാക്ഷൻ കരുതി. കുറച്ചു കഴിഞ്ഞപ്പോൾ ജംഗ്ഷനിൽ നിന്ന് ഒരാൾ ഓടി കടയിലേക്ക് വന്നു. പങ്കേട്ട, അവിടെ ഭയങ്കര ബഹളം നടക്കുവാണ്. എവിടെ? പങ്കജാക്ഷൻ അന്താളിച്ചു. ജാനകിയമ്മയുടെ വീട്ടിൽ. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. പങ്കജാക്ഷനും ജംഗ്ഷനിലുള്ള 4-5 പേരും കൂടി ഉടൻ ജാനകിയമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അവരെ സ്തബ്ധരാക്കി. രഘുവരൻ്റെ നേതൃത്വത്തിൽ 10-12 ആളുകൾ ചേർന്ന് വീട് കയ്യേറിയിരിക്കുന്നു. ജാനകിയമ്മയും മീനാക്ഷിയും മാധവിയമ്മയും ഉപയോഗിച്ചിരുന്ന കിടക്കയും പായും തലയണയും എല്ലാം കുത്തിക്കീറിയ മട്ടിൽ തളത്തിലേക്കും മുറ്റത്തേക്കും വലിച്ചെറിഞ്ഞിരിക്കുന്നു. അവിടെയുണ്ടായിരുന്ന പാത്രങ്ങളും പ്ലേറ്റുകളും ഗ്ലാസുകളും എല്ലാം പെറുക്കി നാനാഭാഗത്തേക്ക് വലിച്ചെറിയുകയാണ് 2 പേർ. ചിലർ വീട്ടുപകരണങ്ങൾ അടിച്ചു തകർക്കുന്നു. മീനാക്ഷിയുടെയും ജാനകിയമ്മയുടെയും വസ്ത്രങ്ങളും അവ അടുക്കി വച്ചിരുന്ന പെട്ടികളും ബാഗുകളും താറുമാറാക്കിയ നിലയിൽ മുറ്റത്ത് വന്ന് വീണു. തളത്തിൻ്റെ കോണിൽ മീനാക്ഷി വിദൂര ചക്രവാളത്തിലേക്ക് കണ്ണും നട്ട് നിൽക്കുന്നത് പങ്കജാക്ഷൻ കണ്ടു. നോവൽ തുടരും.